ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏട്ടൻ ഇന്ന് വീക്ക്ലി ഓഫാണ്, ഇന്ന് വീട്ടിലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഇങ്ങനെ ഏട്ടൻ വീട്ടിലുള്ള ഒരു ടൈം. പക്ഷേ നാട്ടിൽ ഫുൾ ടൈം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അതൊരു വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അല്ലാണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഡ്യൂട്ടിക്കെല്ലാം പോയി സാധാരണ നമ്മൾ നാട്ടിൽ നിന്ന് ജോലിക്ക് പോയി ഞായറാഴ്ച ലീവ് കിട്ടിയ വീട്ടിൽ നിൽക്കുന്ന പോലെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ ലീവ് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി കൊടുക്കും, ലീവ് എടുക്ക് ഒരു സിക്കൽ എടുക്കുന്ന ഇങ്ങനെ പറയും. ഇനിയിപ്പോൾ നാട്ടിലേക്കെല്ലാം പോകാനായി അത്ര ദിവസമേ ഉള്ളൂ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. നാട്ടിലെത്തിയിട്ടാകുമ്പോൾ കുറച്ച് പരിപാടികളെല്ലാം ഉണ്ട്. ഓണത്തിൻ്റെ പരിപാടികൾ ഉണ്ടാകും, അതുപോലെ CSFൻ്റെ മീറ്റിംഗ് ഉണ്ട്, ഒരു ടൂറുണ്ട്, പിന്നെ നമുക്ക് ഒഫീഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. പക്ഷെ നാട്ടിലെത്തിയിട്ടാകുമ്പോൾ എന്ന് പറയുമ്പോൾ ദിവസമെല്ലാം കടന്നു പോകും. തിരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒറ്റ ട്രെയിനിലും വെള്ളിയാഴ്ച. അപ്പോൾ ആ ഒരു ഡേറ്റ് കണക്കാക്കിയിട്ട് തിരിച്ച് വരണം. പാക്കിങ് പോകേണ്ട കാര്യങ്ങൾ ഓർമ്മിക്കുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷെ തിരിച്ചിട്ട് വരുമ്പോൾ 10 ദിവസമല്ലേ ഉള്ളൂ എന്ന് ഓർമ്മിക്കുമ്പോൾ അതും ഒരു സങ്കടമുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ നമ്മൾ നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം പിന്നെ പോകുന്നത് ഈ ഒരു ഓഗസ്റ്റാണ്. ഇപ്പോൾ ഏകദേശം ഒരു വർഷം അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ പ്രസൻസ് എത്ര ആളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ചില സന്ദർഭങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ അടുത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മ മരിച്ച്, അപ്പോൾ ആ ഒരു ടൈമിൽ, പിന്നെ വിഷുവിൻ്റെ ടൈമിൽ, പിന്നെ തെയ്യങ്ങളുടെ ടൈമിലെല്ലാം നമ്മുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് ഈ ഒരു ടൈമിലാണ്. മുന്നേലാണെങ്കിൽ നമ്മൾ ഒരു വർഷത്തിൽ ഒരു 3 തവണയെല്ലാം പോയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗ്യാപ്പ് കുറച്ച് കുറവായിരിക്കും. നാട്ടിൽ പോകുന്ന ഗ്യാപ്പ് ഒരു 2-3 മാസത്തെ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും ഗ്യാപ്പ് എടുത്തിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിലെല്ലാം നമ്മൾ എത്ര ആൾ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരെ പോലെ തന്നെ എനിക്കുള്ള പ്രശ്നമാണ് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്നുള്ള കാര്യം. നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു മൊമെൻറ്റ്സ് എല്ലാം ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്യുമ്പോൾ നാട്ടിൽ നിന്നാൽ മതിയേനും എല്ലാവരെയും കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, എല്ലാവരെയും കാണുക, എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളൊരിത് വരും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഏട്ടൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉണ്ടാവും. നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇവിടെ ഏട്ടൻ ഒറ്റയ്ക്കല്ലേ എന്ന് ഓർമ്മിക്കുമ്പോൾ പിന്നെ നമുക്ക് ഒരുമിച്ച് നിൽക്കാനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടായതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ അറിഞ്ഞുകൂടാ, എനിക്ക് ഈ ഒരു മനുഷ്യനില്ലാണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല. എനിക്കൊരു ദിവസം പോലും ഈ മനുഷ്യനെ കാണാണ്ടിരിക്കാൻ ഇപ്പം പറ്റുന്നില്ല. പ്രേമിക്കുന്ന സമയത്തെല്ലാം കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തെല്ലാം പോയിരുന്നു. പക്ഷേ കല്യാണമെല്ലാം കഴിഞ്ഞിട്ട് ഈ 5 വർഷമായിട്ട് ഒരു 8 മാസമേ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരുമിക്കാണ്ട് നാട്ടിലും ഇവിടെയായിട്ട് നിന്നിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ടൈമിലും നമ്മൾ ഒരുമിച്ചാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ കപ്പിൾസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പോലെ തന്നെ അടിയും വഴക്കും നമുക്കിടയിലും ഉണ്ട്. നമ്മളെല്ലാം അടി കഴിഞ്ഞിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ മേലെ നിന്ന് പടച്ചാൽ വിചാരിക്കും നല്ല ബെസ്റ്റ് ആളുകളെയാണ് കൂട്ടിച്ചേർത്തിനെന്നുള്ള കാര്യം. പറ്റുന്ന കാലത്തോളം നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കുക. പിന്നെ ഇപ്പം വീടെല്ലാം എടുത്ത് മാറുന്നതാണെങ്കിൽ, അതുപോലെ കോട്ടസ്ഥലം കിട്ടാത്തൊരവസ്ഥയിലാണെങ്കിൽ അങ്ങനെ രണ്ടായി നിൽക്കുക. കഴിഞ്ഞ ദിവസം അമ്മ വിളിച്ചപ്പോഴും പറഞ്ഞ് നമ്മൾ രണ്ടാളും ഒരുമിച്ച് നിൽക്കുന്നത് കാണാനാണ് അമ്മയ്ക്ക് ഇഷ്ടമെന്ന്. കല്യാണം കഴിഞ്ഞ് കുട്ടികളുമായി ഫാമിലിയെല്ലാം അടിച്ച് പൊളിച്ച് സന്തോഷിച്ച് നിൽക്കേണ്ട ടൈമിലാണ് അക്കരെ ഇക്കരെ എന്നിട്ട് നമ്മളെ ജീവിതം തീർക്കുന്നുണ്ടാകുക. കുറേ കഴിയുമ്പോൾ നമ്മൾ ആയൊരു കാലഘട്ടം കഴിഞ്ഞു പോയില്ലേ, അന്ന് നമ്മൾ ഒരുമിച്ച് നിന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നിന്നെ ഇങ്ങനെ കൂട്ടിയാൽ മതിയായിരുന്നു, കുറച്ച് നാളങ്ങ് ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാനുള്ളൊരവസ്ഥ പിന്നെ നമുക്ക് ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നത്. കാരണം എല്ലാ സ്ഥലത്തും പോസ്റ്റിംഗ് പോകുമ്പോൾ ഇപ്പോൾ എന്നെയും മോനെയും കൊണ്ട് പോകാൻ വേണ്ടി പറ്റൂല. അതുപോലെ എല്ലാ കാലം ഇപ്പോൾ ഒരാളെ വരുമാനത്തിൽ നിൽക്കാൻ വേണ്ടി പറ്റൂല. ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ നമുക്ക് ചുറ്റും. ചിലവർ സന്തോഷത്തോടെ ഒരുമിച്ച് നിൽക്കുന്നുണ്ടാവും, ചിലവർ അമ്മായിയമ്മയുടെ ഇടപെടൽ കാരണം രണ്ടാളും 2 സ്ഥലത്തായിട്ട്, ഭാര്യൻ്റെ വീട്ടിലും ഭർത്താവിൻ്റെ വീട്ടിലായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഫ്രണ്ട് ഉണ്ട് അങ്ങനെ നിൽക്കുന്നത്, ഭയങ്കര പ്രശ്നമാണ്. ചിലവർ ഒരുമിച്ച് നിൽക്കാൻ പറ്റായിട്ട് സങ്കടത്തോടെ നിൽക്കുന്ന കൂട്ടരുണ്ടാവും. പിന്നെ ചിലവർ ഓർമ്മയിൽ ഇതുപോലെ മരിച്ചുപോയ ഓർമ്മയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ചിലവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മക്കൾക്ക് വേണ്ടി തീർക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ഇതിലൊന്നും പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. നല്ല രീതിയിൽ പോകുന്നത് കണ്ടിട്ടോ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിലാണ് ജീവിതം കണ്ടിട്ടാകുമ്പോൾ അതിൽ കയറി കുത്തി നോവിക്കാൻ വേണ്ടി മാത്രം വരുന്ന ചില ആൾക്കാർ. കുട്ടിയായ സമയത്ത് ഞാൻ ഏട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം, എൻ്റെ മോനെ അച്ഛൻ്റെയും അമ്മേൻ്റെയും സ്നേഹം ഒരുമിച്ച് ഫീൽ ചെയ്യണം, അനുഭവിക്കണം. അപ്പോൾ ചിലവരൊന്നും അങ്ങനെ അച്ഛൻ ഗൾഫിൽ അമ്മ നാട്ടിൽ പാരൻസ് മീറ്റിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഫോണ് വിളിച്ചിട്ടുള്ള ഒരു അച്ഛൻ ബന്ധം അമ്മ ബന്ധം അങ്ങനെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഉണ്ടാകില്ല. പറ്റുന്ന കാലത്തോളം നമ്മൾ ഒരുമിച്ചിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നിൽക്കണം. അത് കണ്ടിട്ട് അവനും വളരണം എന്നുള്ള ഒരാഗ്രഹം എനിക്കുണ്ടേനും. അപ്പോൾ ആദ്യത്തെ ടൈമിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന സന്തോഷത്തോട് സമാധാനത്തോട് കൂടിയിട്ട് നമ്മളിപ്പോൾ ഉണ്ട്. ഇനിയിപ്പോൾ നാട്ടിലൊക്കെ ഒരു വീടെടുത്ത് സെറ്റിലാകുന്നതാണെങ്കിൽ അത് പിന്നെയുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഹാപ്പിയാണ്. നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ പുറത്ത് പോവുകയും എൻജോയ്മെൻറ്റ് ചെയ്യുകയും എല്ലാം ഉണ്ട്. വീട്ടിൽ നിൽക്കുന്ന ടൈമിലാണെങ്കിലും നമ്മൾ ഓൻ്റെ കാര്യങ്ങളും നമ്മുടേതായ കാര്യങ്ങളും നോക്കി നമ്മൾ ടൈം കണ്ടെത്തുന്നുണ്ട്.
അവൻ നല്ലോണം ഹാപ്പി ആയ ടൈമിൽ അന്ന് കെട്ടിപ്പിടിച്ച് പറയലുണ്ട്, അമ്പൂന പപ്പയും വേണം അമ്മയും വേണം എന്ന് കെട്ടിപ്പിടിച്ച് പറയലുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും